ഈ പടം ഓർമ്മയുണ്ടോ? പണ്ട് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ വെച്ച് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടാ ഇത് അതല്ലേ, ഏത് മറ്റേത് ആ സിനിമയിൽ കേട്ട പാട്ട്, അങ്ങനെ വണ്ടറടിപ്പിച്ചൊരു പാട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ. അതായത് ഈ സിനിമയിലെ മാടത്തക്കിളി എന്ന പാട്ട് എഴുതിയിരിക്കുന്നത് വൈലോപ്പിള്ളിയാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ വൈലോപ്പിള്ളിയുടെ ഒരു കവിത എടുത്ത് ഇവർ അതിന് ഈണം നൽകി സിനിമാ പാട്ടാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് ഭയങ്കര ബഹുമാനം തോന്നിയത്. കാരണം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ റാൻഡംലി വായിച്ചിരുന്ന വരികളെ കേൾക്കാൻ ഇമ്പമുള്ള ഒരു പാട്ടാക്കി മാറ്റാൻ നല്ല കഴിവ് തന്നെ വേണം. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ മൂവി. 80കളുടെ അവസാനത്തിലെ എഴുത്തുകാർക്കിടയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഡെന്നിസ് ജോസഫാണ് ഈ സിനിമയും എഴുതിയിരിക്കുന്നത്. ബട്ട് ആളുടെ പ്രതാപകാലത്തെ എഴുത്തുകളുടെ ഒരു ശേഷിപ്പും നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെ നായകൻ പാസ്റ്റിൽ ഭയങ്കര ഡ്രാക്കുളയായിരുന്നു എന്നുള്ള രീതിയിൽ ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രസന്റിലെ നായകനെ കാണുമ്പോൾ ഈ പറഞ്ഞ ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോജ് കെ ജെയിൻ വരുന്നു, അടുത്ത ഡ്രാക്കുള. ഇതിനിടയിൽ ബാബു ആന്റണിയും വരുന്നു, ആളാണ് മൂന്നാമത്തെ ഡ്രാക്കുള. ബട്ട് നായകനെതിരെ നിൽക്കുന്ന ആൾ ഒരു പോലീസുകാരൻ കൂടിയാണെന്ന് കാണിക്കുന്ന സീൻ അത്യാവശ്യം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം എല്ലാ തരത്തിലും നായകൻ ട്രാപ്ഡ് ആയി എന്ന് കാണിക്കുന്ന ഒരു രംഗം. ഇതിനിടയിൽ നന്ദിനിയും മകനുമായിട്ടുള്ള പോർഷൻസ് ഉണ്ട്, വേറൊരു സിനിമാ നടിയുടെ പോർഷൻസ് വന്നു പോകുന്നുണ്ട്, രാജൻ പി ദേവിന്റെ ഭാഗം. അങ്ങനെ സോ ആകെ മൊത്തം പറഞ്ഞ ഒരുപാട് ബിറ്റ്സ് ആൻഡ് പീസായി കിടക്കുന്ന സംഗതികളുള്ള, അവയൊന്നും കൃത്യമായി ഒരു ഓർഡറിൽ ഒരുമിപ്പിക്കാൻ പറ്റാതെ പോയ ഒരു സിനിമ. അതായിരുന്നു വജ്രം. ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച്. അവരെ തന്നെ ഇങ്ങനെ വിളിക്കുന്നതിന് മുമ്പുള്ള സിനിമയായിരുന്നു ഇത് എന്നുള്ളതാണ് ഏക ആശ്വാസം.